ഞങ്ങൾ കോൺഗ്രസുമായിട്ട് സൗഹാർദ്ദത്തിൽ തന്നെയാണ്. ആ സൗഹാർദ്ദപരമായിട്ട് നാളെ ചർച്ച നടക്കും. ആ ചർച്ചയിൽ തീരുമാനം ഉണ്ടാവും. നാളെ ഉച്ചയ്ക്ക് നിങ്ങളോട് വിവരം പറയാം. സീറ്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കണം എന്നുള്ളൊരു അഭിപ്രായം ലീഗിനുള്ളിലുണ്ടോ? ലഭിച്ചിട്ടില്ലെങ്കിലല്ലേ, അങ്ങനത്തെ ഒരു പ്രശ്നമില്ലല്ലോ. ലഭിക്കും. ഒരു സംശയമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സീറ്റ് കൂടെ ചോദിക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? മുസ്ലിം ലീഗിനെ പോലുള്ളൊരു പാർട്ടി ഒരു സീറ്റും കൂടെ ചോദിക്കുന്നത് തെറ്റില്ല. പക്ഷേ പരസ്പരം എല്ലാവരും കൂടെ കൂടി ആലോചിച്ച് ഒരു ശക്തമായിട്ടുള്ള മത്സരം നടത്തുന്നതിന് വേണ്ടിയിട്ട് കൂട്ടായ തീരുമാനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. മുന്നണി രാഷ്ട്രീയത്തിൽ ഇതൊക്കെ സ്വാഭാവികമല്ലേ. കൂടുതൽ വിവരങ്ങൾ സാജിദ് അജ്മൽ നൽകും. സാജിദ്, 3-ാം സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ്. ഇത് കോൺഗ്രസിനെ എത്രത്തോളം പ്രതിരോധത്തിലാക്കുന്നുണ്ട്? ഒപ്പം തന്നെ നാളെ നടക്കാനിരിക്കുന്ന ഉഭയകക്ഷി ചർച്ചയിൽ ഒരു അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണോ ലീഗിന്റെ പ്രതീക്ഷ? അനീഷ, 3-ാം സീറ്റ് സംബന്ധിച്ച് ഒരു ശക്തമായ നിലപാട് തന്നെയാണ് മുസ്ലിം ലീഗ് തുടരുന്നത്. ഇന്ന് PMA സലാം പറഞ്ഞതും അതാണ്. ഇത് ഈ ചർച്ചകൾ വൈകുന്നതിൽ പാർട്ടിക്കകത്ത് വലിയ അതൃപ്തിയുണ്ട്. സാധാരണഗതിയിൽ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുസ്ലിം ലീഗ് തുടങ്ങാറുണ്ട്. സ്ഥാനാർത്ഥികളുടെ പര്യടനമെല്ലാം തന്നെ തുടങ്ങാറുണ്ട്. എന്നാൽ 3-ാം സീറ്റ് സംബന്ധിച്ച് ഈ ചർച്ചകൾ വൈകുന്നതാണ് ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധിക്ക് കാരണം. നാളെ ആദ്യം തീരുമാനിച്ചത് UDF യോഗമാണ്. എന്നാൽ UDF യോഗം നടത്തണമെങ്കിൽ ഈ 3-ാം സീറ്റ് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം എത്തണം. അതുകൊണ്ട് എല്ലാ കക്ഷികളെയും വിളിച്ചുള്ള യോഗം എന്നത് മാറ്റിയിട്ടുണ്ട്. പകരം കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചയാണ് നാളെ നടക്കുക. നാളെ എറണാകുളത്ത് നടക്കുന്ന ഈ ചർച്ചയിൽ അന്തിമ തീരുമാനം ഉണ്ടാകണം എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ PMA സലാം ആവശ്യപ്പെടുന്നത്. ഈ കോൺഗ്രസിന്റെ ഭൂരിഭാഗം നേതാക്കളും മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്ന ഈ 3-ാം സീറ്റ് എന്നുള്ളതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ അത് മലബാറിൽ ആകെ തന്നെ കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാക്കും. ഈ പശ്ചാത്തലത്തിൽ ഒരു സമവായത്തിലേക്ക് എത്താനുള്ള സാധ്യതയാണ് ഉള്ളത്. ശരി, സാജിദ് അജ്മലാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്.